ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നിമിഷത്തിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഓക്കെ മാൻ, ഹോൾഡിങ് എ ഹേർട്ട് മീൻസ് ഈ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹം ഇപ്പോൾ ഹൈഡ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അങ്ങനെയാണ് സിറ്റുവേഷൻ എങ്കിൽ പോലും അവരുടെ മനസ്സ് നിറയെ നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ്. അതവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല. മീൻസ് ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സണും നിങ്ങളുമായിട്ടൊരു ലെസ് കോണ്ടാക്റ്റിലോ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോ ആയിരിക്കാനാണ് സാധ്യത. ആൻഡ് ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അതായത് മറ്റ് കാര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് അവരുടെ ലൈഫിലുള്ള കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസൊക്കെ അവഗണിച്ചുകൊണ്ട് നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ട് ചിന്തിക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങളോട് അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് അവർ നൽകിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ അനലൈസ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യെസ്, ദ തിങ്കിങ് വുമൺ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് അവരുടെ കുറേയധികം മിസ്റ്റേക്കുകൾ ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് അതായത് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിപ്പോയി. അങ്ങനെ ഒരു സിറ്റുവേഷൻ മനഃപൂർവ്വമായിട്ട് ഉണ്ടായതല്ല, സാഹചര്യങ്ങൾ കൊണ്ട് ഉണ്ടായിപ്പോയതാണ്. അതിൻ്റെ പേരിൽ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ സംഭവിച്ചു പോയതിനെ പറ്റി ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ അതേ സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങൾക്കുമുള്ളത്. നിങ്ങൾക്ക് ഈ പേഴ്സണോടും അതുപോലെ തന്നെ അത്രയും തീവ്രമായിട്ടുള്ളൊരു സ്നേഹമുണ്ട്. ഇപ്പോൾ അവരോട് നിങ്ങളും അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള നോ കോണ്ടാക്ട് സിറ്റുവേഷനെയാണ് ഈ ഒരു സാഹചര്യം കാണിക്കുന്നത്. പക്ഷെ രണ്ടുപേരും ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത് ഒരു മാറ്റം തന്നെയാണ്. ഈ രീതിയിൽ ഇങ്ങനെ തുടർന്ന് പോകാനായിട്ട് രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല. ഒരു ഇനിഷ്യേറ്റീവ്സ് എടുക്കാനായിട്ട് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ആരാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അവർ വിചാരിക്കും നിങ്ങൾ മുന്നോട്ട് വരട്ടെ, നിങ്ങൾ ചിന്തിക്കും അവർ വരട്ടെ. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു വന്നൊരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണ് ഫിസിക്കലി ഒരുപാട് പ്രത്യേകതകളൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ അവരുടെ ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ സ്റ്റാറ്റസിൽ നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവാം, ഏജ് ഡിഫറൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് പ്രത്യേകതരമായിട്ടുള്ള, അതായത് നോർമലി ഉള്ള ആൾക്കാരുടെ അല്ലാതെ പ്രത്യേകമായിട്ടുള്ള ചില ഹോബീസ് ഉണ്ടാവാം. ഓക്കെ, എല്ലാം കുറച്ച് ക്ലൂസ് ആണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യെസ്, ഡെഫിനറ്റ്ലി അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ശൂന്യത പോലെയൊക്കെ ഒരു ഫീൽ ചെയ്യാണ്. അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യണം. അതായത് നിങ്ങളില്ലാതെ അവർ ഒട്ടും തന്നെ കംഫർട്ടബിൾ ആവുന്നില്ല. അവരുടെ ലൈഫിൽ ഉള്ളതിനൊന്നും അവർക്ക് വാല്യൂ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അവർക്ക് എന്താണ് നിങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് അത്രത്തോളം വലിയൊരു മിസ്സിങ് പീസാണ് അവരുടെ ലൈഫിൽ എന്നാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂ, നിങ്ങൾ എത്രത്തോളം അവരുടെ ലൈഫിൽ അനുകൂലമായിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നു, അല്ലെങ്കിൽ അവർക്കൊരു താങ്ങും തണലും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ അത്രയും ഒരു നല്ല ഒരു പ്ലേസ് നിങ്ങൾ അവരുടെ ലൈഫിൽ ആ ഒരു റോള് ചെയ്ത വ്യക്തിയാണ്. അതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ്
പക്ഷേ എന്തൊക്കെയായാലും ഈ റിലേഷൻഷിപ്പിലൊരു വിക്ടറി കാണുന്നുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ സെപ്പറേഷനിൽ പോയിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരാഗ്രഹം. യെസ്, മിറാക്കിളസ്. ഈ 3 കാർഡും നമുക്ക് വ്യക്തമാക്കി തരുന്നത് മിറാക്കിളസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ ഈ പേഴ്സണുമായിട്ടുള്ള ഒരു സെപ്പറേഷനിൽ നിങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിരിക്കുന്ന ഒരു വേളയിൽ ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയുണ്ട്. മേ ബി ഈ ഒരു റീഡിംഗ് കേൾക്കുന്ന മാത്രയിൽ തന്നെ അത് സംഭവിക്കാനും സാധ്യതയുണ്ട്. യെസ്, നിങ്ങൾക്കൊരു ഹീലിംഗ് ഉടനെ തന്നെ ഉണ്ടാവും. അതായത് നിങ്ങൾ ഇത്രയും ഒരുപാട് മനസ്സ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് ഉണ്ടാവുന്നു, നിങ്ങൾക്കൊരു മനസ്സിനൊരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്നൊരു മൊമെൻറ്റ് വന്നു ചേരുന്നു എന്ന് മനസ്സിലാക്കുക. യെസ്, തീർച്ചയായിട്ടും അത് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെയാവാനാണ് സാധ്യത. അത്രയും നിങ്ങൾക്ക് ആശ്വാസമായിരിക്കും ആ വ്യക്തിയിൽ നിന്നുള്ള വാക്കുകൾ. അത് ചിലപ്പോൾ വേർഡ്സായിട്ട് കാണിക്കുന്നത്, ചിലപ്പോൾ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ നേരിട്ട് കോൾ ചെയ്യുന്നതായിരിക്കാം. അത്രയും നമുക്ക് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചോളൂ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് വരുന്ന സമയം കൂടിയാണ്. യെസ്, ആർക്കേഞ്ചൽ മിഖായിലാണ് വന്നിട്ടുള്ളത്. ഇതൊരു ഈ ഏഞ്ചൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലവ് റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏഞ്ചലാണ്. ഈ ഒരു ഏഞ്ചൽ ഈ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കൂ. ഈ നിമിഷത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സക്സസ് ആവും. ഓക്കെ, യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷണലി എന്താണ് ഫീൽ ചെയ്യുന്നത്? ഓക്കെ, ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കൂ. കണ്ണടച്ചതിന് ശേഷം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കുക. അതായത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം മനസ്സിൽ പറഞ്ഞു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷണലി അതിൻ്റെ ആൻസർ യെസ് എന്നാണോ നോ എന്നാണോ വരുന്നത് എന്ന ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം ഈ കാര്യം ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യം നിങ്ങൾ ഉള്ളിൽ ഇങ്ങനെ പറയാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് കിട്ടുന്നതെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരു സെൻറ്റൻസ് ആയിരുന്നാലും അല്ലെങ്കിൽ ഒരു എസ് ഓർ ആയിരുന്നാലും ഈ നിമിഷം അത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ആൻസർ ആയിരിക്കും. ഓക്കെ, യെസ്, ഈ 3 കാർഡ്സ് നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ആൻസർ തന്നെയാണ് നിങ്ങളുടെ ലൈഫിനുള്ള ശരിക്കുമുള്ള ആ ഒരു ആൻസർ, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ആൻസർ. ഓക്കെ, യെസ്, ഒരു ന്യൂ ബിഗിനിങ് ആണ് ഫൈനൽ കാർഡ് വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോൾ എന്താണോ ചിന്തിച്ചിരിക്കുന്നത് ആ കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു. വളരെ മിറാക്കിളസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും നാളുള്ള റീഡിങ്ങിൽ വളരെയധികം സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിരിക്കുകയാണ് ഈ ഒരു കാര്യം. നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫൈനൽ നമുക്ക് വന്നിരിക്കുന്നതും ഈ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡ് തന്നെയാണ്. ഓക്കെ, എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് ആ കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നു, നിങ്ങളുടെ ലൈഫിലൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നു, നിങ്ങൾ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പോകുന്നൊരു മൊമെൻറ്റ് കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.